CPIM-ൽ നിന്നും പുറത്താക്കപ്പെട്ട PK ശശിയുടെ DMF പാർട്ടിയും CMPയും തമ്മിലുള്ള ലയന പ്രഖ്യാപനം ജൂലൈ 6 നടക്കും. പാലക്കാട് നടക്കുന്ന കൺവെൻഷൻ മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. തളിപ്പറമ്പ് MLA TK ഗോവിന്ദനും കൺവെൻഷനിൽ പങ്കെടുക്കും. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, CPM വിമതരെ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് PK ശശിയുടെ നേതൃത്വത്തിൽ ഒരു പാർട്ടി രൂപീകരിച്ചത്. ആദ്യമൊക്കെ ആ പാർട്ടി അതിൻ്റെ തനി വഴിയെ പോകും, വ്യത്യസ്തമായി പോകും എന്നാണ് പറഞ്ഞതെങ്കിലും പിന്നീട് ഒരു ലയനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ ലയനവുമായി ബന്ധപ്പെട്ടുള്ള തീയതികൾ കൂടി വരികയാണ് അല്ലേ? തീർച്ചയായും സേതു, അതുതന്നെയാണ്. കാരണം CPM-ലെ അതൃപ്തരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ സംഘടന രൂപീകരിക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ PK ശശി നീങ്ങുന്നു. അതിൻ്റെ ഭാഗമായുള്ള ആദ്യഘട്ട ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ജൂലൈ 6-ാം തീയതി പാലക്കാട് വെച്ച് DMF-ൻ്റെ നയപ്രഖ്യാപന കൺവെൻഷൻ നടക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നത് CMPയുടെ മന്ത്രി കൂടിയായിട്ടുള്ള ഗതാഗത മന്ത്രി CP ജോണാണ്. CP ജോൺ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. കൂടാതെ തന്നെ തളിപ്പറമ്പിലെ MLA കൂടിയായിട്ടുള്ള TK ഗോവിന്ദനും ഈ നയപ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നാണ് DMF നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സ്വതന്ത്രമായി നിൽക്കാനല്ല ഇത്തരത്തിൽ PK ശശിയുടെ ഒരു തീരുമാനം എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം സംസ്ഥാനത്തെ CPM-ലെ നിരവധി അതൃപ്തരുണ്ട്. അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ PK ശശി കടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തളിപ്പറമ്പ് MLA കൂടിയായിട്ടുള്ള TK ഗോവിന്ദനെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് പാലക്കാട് നയപ്രഖ്യാപന കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ജൂലൈ 5-ന് പാലക്കാട് ചന്ദ്രനഗറിലുള്ള പാർവതി കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് ഇവരുടെ കൺവെൻഷൻ നടക്കുക. അത് വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ DMF-ൻ്റെ നേതാക്കളെല്ലാം തന്നെയുള്ളത്. പാലക്കാട് ജില്ലയിൽ മണ്ഡലം കമ്മിറ്റികൾ, അതേപോലെ തന്നെ ബൂത്ത് കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചുകൊണ്ട് തന്നെയാണ് DMF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും PK ശശിയുടെ നേതൃത്വത്തിലുള്ള DMF കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും CMPയിലേക്ക് ലയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നു. അത് ജൂലൈ 6-ന് പ്രഖ്യാപനം ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സേതു.